നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഈക്വേഷനിൽ ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് നോക്കാം. പ്രോബ്ലം ഇതാണ്: വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയർ, ഒരു ചതുരം, ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 മീറ്റർ. ഇതിൽ നിന്ന് 2 മീറ്റർ കുറയ്ക്കുന്നു. റെഡ്യൂസ്ഡ് ബൈ 2 മീറ്റർ ടു മേക്ക് എ സ്മാളർ സ്ക്വയർ. അതിൻ്റെ ഏരിയ ബി ഏരിയ 49. ഇതിൻ്റെ ഏരിയ 49 സ്ക്വയർ മീറ്റർ. വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ? ഈ സൈഡിൻ്റെ ഒറിജിനൽ സ്ക്വയർ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ്. ഇതിൽ നിന്ന് നമ്മൾ 2 മീറ്റർ കുറയ്ക്കുന്നു. 2 മീറ്റർ ആകുമ്പോൾ ഇങ്ങോട്ട് 1 മീറ്റർ, ഇങ്ങോട്ട് 1 മീറ്റർ, അങ്ങനെ 2 മീറ്റർ റെഡ്യൂസ് ചെയ്ത് ചെറിയൊരു സ്ക്വയർ നമ്മൾ എടുക്കുകയാണ്. ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാ? 49. നമുക്ക് ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ദിസ് ദ ഒറിജിനൽ സ്ക്വയർ. ഇതിൽ നിന്ന് 2 മീറ്റർ റെഡ്യൂസ് ചെയ്ത് നമ്മൾ ഈ സ്ക്വയറിനെ ഉണ്ടാക്കുന്നു, ഈ ചതുരം. ഈ ചതുരത്തിൻ്റെ ഏരിയ ആണ് 49. അപ്പോൾ ഇത് 2 മീറ്റർ കുറയ്ക്കണമെങ്കിൽ ഇവിടെ 1 മീറ്റർ, ഇവിടെ 1 മീറ്റർ, 2 മീറ്റർ റെഡ്യൂസ് ചെയ്ത് നമ്മൾ ചെറിയൊരു ചതുരം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇതിനെ എക്സ് എന്ന് വയ്ക്കുക. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര വരും? എക്സ് പ്ലസ് 2. 1 2 എക്സ് പ്ലസ് 2 വരും. ഓക്കെ, ഇപ്പോൾ ദ ഏരിയ ഓഫ് ദ സ്മോളർ സ്ക്വയർ, സ്മോൾ സ്ക്വയർ ഏരിയ is equal to 49. അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എക്സ്. എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു 49. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർഡ് is equal to 49. 49 എന്ന് പറയുന്നത് എത്ര? 7 സ്ക്വയർഡ്. എക്സ് സ്ക്വയർഡ് is equal to 7 സ്ക്വയർഡ്. സോ എക്സ് is equal to 7. എക്സിൻ്റെ വാല്യൂ എത്ര? 7. അപ്പോൾ ഈ സൈഡ് ഇത് 7 മീറ്റർ ആയിരിക്കും. അതിൻ്റെ കൂടെ അടുത്ത് നമ്മൾ എന്നാ ചെയ്യണം? 2 മീറ്റർ റെഡ്യൂസ് ചെയ്തല്ലേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 മീറ്റർ കൂടാം. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 9 മീറ്റർ. 9 മീറ്ററാണ് ഈ ഒറിജിനൽ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. 9 മീറ്റർ ഒറിജിനൽ സ്ക്വയർസ് one side